പ്രിയ സ്നേഹിത, ഈ നിമിഷം നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല. നിങ്ങൾക്കിന്ന് ഇതാവശ്യമായിരുന്നു. ദൈവം അതറിഞ്ഞിരുന്നു. അവൻ നിങ്ങളെ ഇവിടെ എത്തിച്ചു. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ദിവസത്തെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. അല്ലെങ്കിൽ ജോലിക്കിടയിൽ ഒരു നിശബ്ദ നിമിഷം തേടുകയാണ്. അല്ലെങ്കിൽ രാത്രിയുടെ ശാന്തതയിൽ കിടക്കയിൽ കിടന്നിൽക്കുന്ന ഇത് കേൾക്കുകയാണ്. എവിടെയായിരുന്നാലും നിങ്ങൾ സുരക്ഷിതരാണ്. ഈ പ്രാർത്ഥന നിങ്ങൾക്കു വേണ്ടിയാണ്. ഒന്ന് ശ്വാസമെടുക്കൂ, പതുക്കെ, ആഴത്തിൽ. എല്ലാം ഇറക്കി വെക്കൂ. ടാസ്കുകൾ, ചിന്തകൾ, ആശങ്കകൾ. ഈ ചെറിയ നേരത്തേക്ക് അവയൊക്കെ മാറ്റിവെക്കൂ. ഇപ്പോൾ ഈ നിമിഷത്തിൽ മാത്രം ഇരിക്കൂ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങളൊരു വലിയ കൂട്ടത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ ഹൃദയവും ഒരുമിച്ചാണ്. നിങ്ങൾ എത്ര ഒറ്റപ്പെട്ടതായി തോന്നിയാലും ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഒന്നും ചെയ്യേണ്ടതില്ല, ഒന്നും തെളിയിക്കേണ്ടതില്ല. കേൾക്കുക, ശ്വസിക്കുക, ഉണ്ടായിരിക്കുക. അതുമാത്രം മതി. ഈ പ്രാർത്ഥന ഒരു പ്രസംഗമല്ല, ഒരു പാഠമല്ല. ഇതൊരു കൂട്ടിരിപ്പാണ്. ദൈവവും നിങ്ങളും. ജീവിതം എളുപ്പമല്ല, ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ചിലപ്പോൾ നമ്മളത് ഉറക്കെ പറയാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഭാരമുണ്ട്. ഇന്നെന്താണ് ചെയ്യേണ്ടത്? ഇന്നെന്താണ് നേരിടേണ്ടത്? ഇന്നെങ്ങനെ എല്ലാം ശരിയാക്കും? ഈ ചോദ്യങ്ങൾ കണ്ണ് തുറക്കുന്നതിന് മുമ്പേ തുടങ്ങുന്നു. ജോലിസ്ഥലത്ത് മുഖത്തൊരു പുഞ്ചിരി ധരിക്കുന്നു. പക്ഷേ ഉള്ളിൽ ഒരു ക്ഷീണമുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത ക്ഷീണം. ചിലപ്പോൾ അത് ശരീരത്തിൻ്റെ ക്ഷീണമല്ല, മനസ്സിൻ്റെയാണ്. ഒരേ പ്രശ്നങ്ങൾ ദിവസവും, ഒരേ ഭയങ്ങൾ രാത്രിയിലും. ബില്ലുകൾ വരുന്നു, പരീക്ഷകൾ അടുക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നില്ല. ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുന്നു. ചിലപ്പോൾ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഭയം വരുന്നു. എന്തെങ്കിലും സംഭവിച്ചാലോ? ചിലപ്പോൾ വാർത്തകൾ കാണുമ്പോൾ ഒരു അസ്വസ്ഥത. ഈ ലോകം എവിടേക്കാണ് പോകുന്നത്? മക്കളെക്കുറിച്ച് ആശങ്ക, അവരുടെ ഭാവി, അവരുടെ സുരക്ഷ, ജീവിത പങ്കാളിയുടെ ആരോഗ്യം, വയസ്സാകുന്ന മാതാപിതാക്കൾ. ഓരോ ദിവസവും ഒരു ചെറിയ യുദ്ധമാണ്. പുറത്താരും കാണുന്നില്ല, പക്ഷേ ഉള്ളിൽ നിങ്ങൾ പോരാടുന്നുണ്ട്. ഇത് തെറ്റല്ല. ഭയം തോന്നുന്നത് ബലഹീനതയല്ല. ക്ഷീണം തോന്നുന്നത് വിശ്വാസക്കുറവല്ല. നിങ്ങൾ മനുഷ്യരാണ്. ഇത് മനുഷ്യരാകുന്നതിൻ്റെ ഭാഗമാണ്. ഞാനിവിടെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ വന്നതല്ല. ഞാൻ വന്നത് നിങ്ങളോടൊപ്പം ഇരിക്കാനാണ്. ഈ ഭാരത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഓർമ്മിപ്പിക്കാനാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ലളിതമായൊരു സത്യം, പക്ഷേ ആഴമുള്ളത്. ദൈവം നിങ്ങളെ കാക്കുന്നുണ്ട്. നിങ്ങളത് കാണുന്നില്ലായിരിക്കാം, അനുഭവിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അത് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ സുരക്ഷിതമായി വീട്ടിലെത്തിയതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കൈയുണ്ട്. നിങ്ങൾ ഇന്ന് രാവിലെ ശ്വാസമെടുത്തതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരുതലുണ്ട്. ആ കാർ ആ നിമിഷം നിന്നതിൻ്റെ പിന്നിൽ, ആ ഫോൺ കോൾ ആ സമയത്ത് വന്നതിൻ്റെ പിന്നിൽ. ചെറിയ കാര്യങ്ങൾ, പക്ഷേ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം. ചിലപ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കുന്നതും ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ആ അപകടമുണ്ടാകാതിരുന്നത്, ആ രോഗം വരാതിരുന്നത്, ആ ബുദ്ധിമുട്ട് നിങ്ങളുടെ വഴിവിട്ടു പോയത്, ഇവയൊന്നും യാദൃശ്ചികമല്ല. ദൈവം മുൻകൂട്ടി അറിഞ്ഞ് നിങ്ങളെ കാത്തു. നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണം കാണുന്നത് സാധാരണയായി പിന്നോട്ട് നോക്കുമ്പോഴാണ്. ഇന്നത് കാണാൻ കഴിയുന്നില്ലെങ്കിലും വിശ്വസിക്കൂ, ദൈവം നിങ്ങളുടെ മുന്നിലും പിന്നിലും ചുറ്റിലും കുറ്റിലും കാവലായി നിൽക്കുന്നുണ്ട്. ഈ രാവിലെയും, ഈ ഉച്ചയ്ക്കും, ഈ രാത്രിയും, ഓരോ നിമിഷവും. നിങ്ങൾ വീഴാതെ ഇത്രയും ദൂരം വന്നത് നിങ്ങളുടെ ശക്തി കൊണ്ട് മാത്രമല്ല. ദൈവത്തിൻ്റെ കൈ നിങ്ങളെ പിടിച്ചിരുന്നു, ഇനിയും പിടിക്കും, വിട്ടുകളയില്ല. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പൗലോസ് അപ്പോസ്തലൻ എഴുതിയതാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖേന എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഈ വാക്കുകൾ പൗലോസ് ഒരു സുഖകരമായ സ്ഥലത്തിരുന്ന് എഴുതിയതല്ല. അദ്ദേഹം തടവറയിലായിരുന്നു, ചങ്ങലകളിട്ടിരുന്നു, ക്ഷീണിതനായിരുന്നു, ശത്രുക്കൾ പുറത്ത്, അനിശ്ചിതത്വം ഉള്ളിൽ. പക്ഷേ ആ ഇരുട്ടിൽ നിന്ന് ഈ വാക്കുകൾ ജനിച്ചു. എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. എങ്ങനെ? എന്നെ ശക്തനാക്കുന്നവൻ മുഖേന. സ്വന്തം ശക്തിയല്ല, സ്വന്തം ബുദ്ധിയല്ല, സ്വന്തം തന്ത്രമല്ല, ക്രിസ്തുവിൻ്റെ ശക്തി, അതുമാത്രം. ഒന്ന് ആലോചിക്കൂ, ചങ്ങലയിൽ കിടന്ന ഒരാൾക്ക് എങ്ങനെ എല്ലാം ചെയ്യാൻ കഴിയും എന്ന് പറയാൻ സാധിക്കും? കാരണം അദ്ദേഹം സ്വന്തം ശക്തിയെ ആശ്രയിച്ചില്ല, ചങ്ങല പൊട്ടിക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ ചങ്ങലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ തൊടാൻ കഴിഞ്ഞില്ല. കാരണം ആ ആത്മാവ് ക്രിസ്തുവിൻ്റെ കയ്യിലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ചങ്ങലകളില്ലായിരിക്കാം, പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില ബന്ധനങ്ങളുണ്ടാകാം.
ഭയത്തിൻ്റെ ചങ്ങല, ആശങ്കയുടെ ചങ്ങല, ഞാൻ പോരാ എന്ന ചിന്തയുടെ ചങ്ങല, ആ ചങ്ങലയെ ക്രിസ്തുവിൻ്റെ കയ്യിൽ വെക്കൂ. അവൻ നിങ്ങളെ ശക്തയാക്കും. ഈ ദിവസം മുന്നോട്ട് നയിക്കാനുള്ള ധൈര്യം അവൻ തരും. ഒരുപക്ഷേ ചങ്ങല പൊട്ടിക്കില്ല, പക്ഷേ ചങ്ങലയോടൊപ്പം നടക്കാനുള്ള ശക്തി തരും. അതാണ് ദൈവത്തിൻ്റെ വഴി. ഇപ്പോൾ ഒന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, നിങ്ങളുടെ വീടിനെ ഓർത്ത്. ഒരുപക്ഷേ അവിടെ ചില പിരിമുറുക്കങ്ങളുണ്ട്. ജീവിത പങ്കാളിയുമായി ചെറിയ അസ്വാരസ്യങ്ങൾ, മക്കളുടെ പഠനത്തെക്കുറിച്ചുള്ള ആശങ്ക, അല്ലെങ്കിൽ വീട്ടിൽ ആരുടെയെങ്കിലും ആരോഗ്യം. ഓരോ ദിവസവും ഈ ആശങ്കകൾ ഒരു ചെറിയ ഭാരമായി ചുമലിലിരിക്കുന്നു. നിങ്ങളുടെ മക്കളെ ഓർക്കൂ. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും വലിയ യുവാക്കളാണെങ്കിലും അവരുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ ലോകം മാറുന്നു, കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു. അവരെ സുരക്ഷിതരാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. ദൈവം ആ ചോദ്യം കേൾക്കുന്നുണ്ട്. ജോലിയിലേക്ക് പോകുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, ബസ്സിലിരിക്കുമ്പോൾ, ട്രെയിനിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ ഭയമുണ്ടാകാറുണ്ട്. അപകടങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ, മറ്റുള്ളവരുടെ ദുരനുഭവങ്ങൾ വായിക്കുമ്പോൾ, എനിക്കും ഇങ്ങനെ സംഭവിച്ചാലോ എന്ന ചിന്ത. ഈ ഭയങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ദൈവത്തിൻ്റെ സംരക്ഷണം ഈ ഭയങ്ങളെക്കാൾ വലുതാണ്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ദൈവം നിങ്ങളെ മുന്നോട്ട് നയിക്കും. നിങ്ങളുടെ കുടുംബത്തെ കാക്കും. നിങ്ങളുടെ മക്കളെ കൈപിടിക്കും. ഒന്നും മനസ്സിലാകാത്ത സമയങ്ങളിൽ ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നോർക്കൂ. നിങ്ങൾ കാണാത്ത വഴികളിൽ, നിങ്ങളറിയാത്ത രീതികളിൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ശക്തിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഹൃദയത്തിൽ നിന്ന് പതുക്കെ. കർത്താവേ, ഈ നിമിഷം ഞാൻ നിൻ്റെ മുന്നിൽ വരുന്നു. അലങ്കാരമില്ലാതെ, മുഖം മൂടിയില്ലാതെ, ഞാനായിരിക്കുന്നത് പോലെ, ക്ഷീണിതനായി, ചിലപ്പോൾ ഭയപ്പെട്ട്, ചിലപ്പോൾ സംശയിച്ച്, പക്ഷേ ഇപ്പോഴും നിന്നെ തേടി. ഞാൻ ശക്തനാണ് എന്ന് നടിക്കുന്നില്ല. ചിലപ്പോൾ ഞാൻ ബലഹീനനാണ്, ചിലപ്പോൾ ഞാൻ ധൈര്യമില്ലാത്തവനാണ്. പക്ഷേ നിൻ്റെ വചനം പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖേന എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഈ വചനത്തെ ഞാൻ ചേർത്തു പിടിക്കുന്നു. ഈ സത്യത്തിൽ ഞാൻ നിൽക്കുന്നു. ഈ ദിവസം മുന്നോട്ട് പോകാനുള്ള ധൈര്യം തരണേ. ഒരു ദിവസം കൂടി, ഒരു ചുവട് കൂടി, അത് മതി. മുഴുവൻ വഴിയും ഒരുമിച്ച് കാണണ്ട. ഈ ദിവസത്തേക്കുള്ള ശക്തി അതുമാത്രം. ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടായ നിമിഷം വരുമ്പോൾ, ആ മീറ്റിങ്ങിൽ, ആ സംഭാഷണത്തിൽ, ആ തീരുമാനത്തിൽ നിൻ്റെ ശക്തി എനിക്ക് തരണേ. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ നിന്നെ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കൂ. ഒരു നിമിഷം നിശബ്ദത. ദൈവത്തോട് നിങ്ങളുടെ ഹൃദയം തുറക്കൂ. കർത്താവെ, ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ. അവരുടെ ശരീരത്തെ, അവരുടെ മനസ്സിനെ, അവരുടെ ഹൃദയത്തെ. ചിലപ്പോൾ ഞങ്ങൾ തമ്മിലെല്ലാം ശരിയല്ല. ചിലപ്പോൾ ഞങ്ങൾ വേദനിപ്പിക്കുന്നു അറിയാതെ. ഞങ്ങളുടെ ബന്ധം കാക്കണേ. എൻ്റെ മക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവരോടൊപ്പം ഉണ്ടായിരിക്കണേ. സ്കൂളിൽ, കളിസ്ഥലത്ത്, കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ അവരുടെ അരികിലില്ലാത്ത നിമിഷങ്ങളിൽ നീ അരികിലുണ്ടായിരിക്കണേ. ഞാൻ അവരെ കൊണ്ടുപോകാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് നീ അവരെ നയിക്കണേ. എൻ്റെ അമ്മയെ, അച്ഛനെ, സഹോദരങ്ങളെ, അടുത്ത സ്നേഹിതരെ, അവരെയും കാക്കണേ. അവരുടെ ആരോഗ്യം, അവരുടെ മനസ്സമാധാനം, അവരുടെ വിശ്വാസം. കർത്താവെ, എപ്പോൾ ഞാനൊരു പ്രത്യേക പ്രാർത്ഥന ചെയ്യുന്നു സംഭവിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി. ഇത് വിചിത്രമായി തോന്നാം, പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്നാണ്. ഇന്ന് സംഭവിക്കാതിരിക്കുന്ന അപകടങ്ങൾക്ക് നന്ദി. ഇന്ന് വരാതിരിക്കുന്ന രോഗങ്ങൾക്ക് നന്ദി. ഇന്ന് എന്നിലേക്ക് എത്താതെ പോകുന്ന ദുരന്തങ്ങൾക്ക് നന്ദി. ഞാൻ ഒരിക്കലും അറിയുകയില്ല, പക്ഷെ നീ എത്ര കാര്യങ്ങൾ എന്നിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. നന്ദി കർത്താവെ. ഇന്ന് റോഡിൽ വരാൻ പോകുന്ന ഓരോ അപകടവും അകറ്റണേ. എൻ്റെ കുടുംബത്തിൻ്റെ ചുറ്റും ഒരു മതിലുണ്ടാക്കണേ. കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത മതിൽ, പക്ഷേ ഒരു ദുർബല ശക്തിക്കും ഭേദിക്കാൻ കഴിയാത്ത മതിൽ. ഒടുവിൽ കർത്താവെ, ഞാനൊരു പ്രാർത്ഥന കൂടി ചെയ്യുന്നു. എൻ്റെ ഉള്ളിലുള്ള ഭയങ്ങൾക്ക് വേണ്ടി. പേരിടാൻ ബുദ്ധിമുട്ടുള്ള ഭയങ്ങൾ, രാത്രി ഉറക്കത്തിൽ വരുന്ന ചിന്തകൾ, എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ചോദ്യം, ഞാൻ ശരിയായ തീരുമാനമെടുക്കുന്നുണ്ടോ എന്ന സംശയം, ഞാൻ മതിയോ എന്ന ചിന്ത. ഈ ഭയങ്ങളെ നിൻ്റെ കയ്യിൽ വയ്ക്കുന്നു. ഞാൻ അവയെ വഹിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുന്നു. ക്രിസ്തുവിൻ്റെ ശക്തിയിലേക്ക് ഞാൻ ചാരി നിൽക്കുന്നു. അവരെന്നെ ശക്തനാക്കുന്നു, ശക്തയാക്കുന്നു. ഈ ദിവസം മുഴുവനും, ഈ ആഴ്ച മുഴുവനും, ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ക്രിസ്തുവിൽ ഞാൻ ധൈര്യമുള്ളവനാണ്. ക്രിസ്തുവിൽ ഞാൻ ശക്തനാണ്. ക്രിസ്തുവിൽ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുവെങ്കിൽ ദയവായി ഇത് വീണ്ടും കേൾക്കൂ. ജോലി ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വിശ്രമിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ഈ വാക്കുകൾ ഒഴുകട്ടെ.
ഈ പ്രാർത്ഥന ആർക്കെങ്കിലും ആവശ്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ അവർക്ക് അയക്കൂ. ചിലപ്പോൾ ഒരു ലിങ്ക് ഒരാളുടെ ദിവസം മാറ്റിമറിക്കും. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കൂ. ദിവസവും ഇങ്ങനെ ഒരു പ്രാർത്ഥന ഞങ്ങൾ ഒരുക്കും നിങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ പതുക്കെ ഈ പ്രാർത്ഥന അവസാനിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവസാനിക്കുന്നില്ല. നിങ്ങൾ ഈ ഫോൺ അല്ലെങ്കിൽ ഈ ഉപകരണം വെച്ചതിന് ശേഷവും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ബസ്സിൽ, ഓഫീസിൽ, അടുക്കളയിൽ, കിടക്കയിൽ, ഓരോ ചുവടിലും ക്രിസ്തു നിങ്ങൾക്ക് ശക്തി തരും. ഇന്നത്തേക്ക് മതിയായ ശക്തി, ഇന്നത്തേക്ക് മതിയായ ധൈര്യം, ഇന്നത്തേക്ക് മതിയായ സമാധാനം. ഈ ദിവസം മുന്നോട്ട് പോകൂ, ഭയമില്ലാതെ, ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പോടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ ഈ ദിവസം മുഴുവനും നിങ്ങൾ സുരക്ഷിതരാണ്. ആമേൻ.